Hi all, welcome back to another video from the Netters. Hope you all are doing good. This is last Tuesday morning. As usual, രാവിലെ എഴുന്നേറ്റ് അലനുള്ള സ്മൂത്തി ഉണ്ടാക്കി ഓവർനൈറ്റ് ഓട്സ്, ബനാന, ബൂസ്റ്റ്, ഷുഗർ, കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്, പിന്നെ കുറച്ച് നട്ട്സും കൂടിയിട്ട് ടോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസ് യൂഷ്വൽ എന്നൊക്കെ പറയാറായിട്ടുണ്ടല്ലോ. കുറച്ച് ദിവസമായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഏകദേശം 2 വീക്സ് ആവാൻ പോകുന്നു എന്ന് തോന്നുന്നു. പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇപ്പോൾ 4140 ആയെന്ന് തോന്നുന്നു. 130 ഇന്ന് ഇറ്റ് വാസ് പെട്ടെന്നാണ് ഒരു 10 സബ്സ്ക്രൈബേഴ്സോളം പെട്ടെന്ന് വന്നത്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ടു ദ നെറ്റേഴ്സ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ദ ഫാമിലി. ഓംലെറ്റ് വൽക്കരിച്ച ബുൾസയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എഗ്ഗിൽ കുറച്ച് പെപ്പറും സോൾട്ടും ജീരകപ്പൊടിയൊക്കെ കൂടിയിട്ട് ബുൾസൈ പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ബട്ട് 2 സൈഡും മുരിച്ചെടുക്കും. അപ്പുറത്തിരിക്കുന്നത് അമ്മ വെച്ച മീൻകറിയാണ്. കിളിമീൻ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ലാസ്റ്റ് വീഡിയോയിലാണെന്ന് തോന്നുന്നു. യെസ്, ലാസ്റ്റ് ലോങ് വീഡിയോയിൽ ചൂണ്ടയ്ക്ക് കുറച്ച് മീൻ കൊണ്ടുവന്നത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത് കാണിച്ചിരുന്നില്ലേ. പല കുടുംബത്തിൽ നിന്നുള്ള മീനായിരുന്നെങ്കിലും കിളിമീൻ മാത്രമാണ് ഒരു 2-3 എണ്ണം ഉണ്ടായിരുന്നത്, ഒരു ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങ് കറിയാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ അങ്ങ് പൊരിക്കാനായിട്ട് മസാല പുരട്ടി വെച്ചു. കൂട്ടത്തിലുള്ള 2 കൊഞ്ചും പൊരിക്കാനായിട്ട് മസാല പുരട്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തതും കൊഞ്ച് വറുത്തതും ഒക്കെ ഇന്നലെ തന്നെ ഹുദാഹവയായി കേട്ടോ. അത് മൊത്തം ഇന്നലെ തന്നെ തീർത്തു. ഇന്നിപ്പോൾ ആകെ ഈ മീൻകറി മാത്രമേ ബാക്കിയുള്ളൂ. ഉച്ചക്കത്തേക്ക് കുറച്ച് കപ്പയും കൂടെ കുഴയ്ക്കാൻ അമ്മ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒരു മുട്ട പൊരിക്കാനൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ മീൻകറിയുടെയും കപ്പയുടെയും കൂടെ മുട്ടയിന് ഏത് പരുവത്തിൽ വെച്ചാലും എനിക്കതൊരു കോമ്പിനേഷനല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് മുട്ട പൊരിക്കുന്നത് ഞാൻ ക്യാൻസലാക്കി. സൺറൈസ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും യു കുഡ് ഫീൽ ദാറ്റ് ഫ്രം ഹിയർ. സൂര്യനിങ്ങ് മേലെ എത്താനായിട്ട് കുറച്ച് സമയം പിടിക്കും. നമുക്കപ്പോഴത്തേക്ക് പോയി ഒന്നും കൂടെ കിടന്നുറങ്ങിയിട്ട് രണ്ടാമതൊന്ന് റൈസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ലൈറ്റ്സ് ഒന്നും വേണ്ടല്ലോ. ഇന്നലെ രാത്രി എന്തോ അബദ്ധത്തിൽ ഇവിടുത്തെ 2 ലൈറ്റ് ഇട്ട് പോയി. ഒന്നെങ്കിൽ ഇവിടെ സിറ്റ് ഔട്ടിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് കാർ പോർച്ചിൽ. പക്ഷേ 2 ലൈറ്റും ഇന്നലെ ഓണായിരുന്നു. നേരം എന്തായാലും ഇപ്പോൾ നല്ല പെര വെളുത്തല്ലോ, അപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങാൻ പോവുകയാണ്. പുലിച്ചിറയിലും മയ്യനാടും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ സണ്ണ് നല്ല ഓറഞ്ച് നിറത്തിൽ പൊങ്ങി വരുന്നത് വരെ കാണാൻ പറ്റും. ഇവിടെ അത്ര കാണത്തില്ല. ഏകദേശം ബ്രൈറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടത്തുള്ളൂ സംഭവം. പക്ഷെ സൺസെറ്റ് ഉണ്ടല്ലോ, അതും ഈ തുഷാരയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നോണം ഇതിന് നേരെ നമ്മുടെ കൺമുന്നിലായിട്ട്. രാവിലെ എണീറ്റ പാടെ തന്നെ ഞാൻ എൻ്റെ ഉലുവ വെള്ളം തീർക്കുവാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് മോളിയൻ്റെയൊക്കെ ജയ്പൂരിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ വെയിറ്റ് നോക്കിയപ്പം 56 ആയെന്ന്. ഇത് തിരിച്ച് 54 വരെ ഞാനിത് കുടിക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നിർത്തും. കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മെലിഞ്ഞു പോവും എന്നത് മാത്രമല്ല, നമ്മുടെ കണ്ണൊക്കെ കുഴിഞ്ഞ് അത്രയ്ക്ക് നമ്മളങ്ങോട്ട് ബോഡിയെ ടോർച്ചർ ചെയ്യാൻ പാടില്ല. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ളൊരു വെയിറ്റിൽ എത്തുമ്പോഴത്തേക്ക് നമ്മളിത് നിർത്തിയിട്ട് വീണ്ടും പഴയ പോലെ ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങണം. അങ്ങനെ പിന്നെ കൂടുന്നുണ്ടെങ്കിൽ മാത്രം you can do this again. എപ്പോഴത്തെയും പോലെ തന്നെ കുക്കുവിൻ്റെ യൂണിഫോമും തേക്കാനുള്ള എൻ്റെ ഡ്രസ്സും ഇവിടെ ഇട്ട് അയൺ ബോക്സ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ അപ്പുറത്തേക്ക് പോയത്. അങ്ങനെ ഇന്നത്തെ KOTD ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തേപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ KOTDക്ക് പകരം ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, SOTD, VOTD. പക്ഷേ എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ എൻ്റെ അത്രയും തന്നെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്
ഞാൻ ഇതിനകത്ത് ചെറിയൊരു മ്യൂസിക് ഡയറക്ടർ വരെയൊക്കെ ആവുന്നത്. എനിക്കിങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഒരു വിഷ്വൽസ് കാണുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം, വളരെ പ്ലെയിൻ ആയിട്ടിരിക്കാതെ. വെയിറ്റ് ലോസ് ഡ്രിങ്ക് ദേ ഇവിടെ റെഡിയായി. കുറച്ച് വെള്ളം എടുക്കുക, ഒരു ഇത്തിരി ജീരകം, ഇത്തിരി ഉലുവ. അതിനങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമല്ല, നിങ്ങൾ കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്ത് നിന്ന് മേലേന്ന് കുടിച്ച് വരുന്നതനുസരിച്ച് അത് റീഫിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം തെളിഞ്ഞ് വരും. നല്ല തെളിയുമ്പോൾ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് എല്ലാം കൂടെ അങ്ങോട്ട് കുടിച്ചിറക്കുക. കടലൊക്കെ വായി നോക്കി നിന്നിട്ട് ഒരല്പം വൈകിയോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് അമ്മ ദേ അവിടെ കപ്പ കുഴയ്ക്കാനുള്ള പ്രിപ്പറേഷൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ആലന് റെഡ് കളർ ചട്നിയാണ് ഇഷ്ടം, പക്ഷേ ആലനില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എനിക്ക് വൈറ്റ് കളർ ചട്നിയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് വൈറ്റ് കളർ ചട്നിയാണ്. തേങ്ങയും 2 കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും ഇത്തിരി പുളിയും. മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ശരണ്യ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ചട്നിയിൽ അവർ പുളി ആഡ് ചെയ്യത്തില്ല എന്ന്. പക്ഷേ എനിക്കിത്തിരി പുളിയില്ലെങ്കിൽ ചട്നിക്ക് ഒരു സുഖം കുറവാണ്. അതിപ്പോൾ റെഡ് ആയാലും ശരി വൈറ്റ് ആയാലും ശരി. അങ്ങനെ ഇത് ഇത്രയും കൂടി ഇട്ട് ആവശ്യത്തിനൊപ്പം ഇത്തിരി വെള്ളം ഒഴിച്ച് ചമ്മന്തി അരച്ചെടുക്കാം. ലേറ്റായി പോയോന്ന് സംശയം മാത്രമല്ല, ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്നതിനൊക്കെ എനിക്കൊരു ടൈമുണ്ട് കേട്ടോ. ഒരു 8-10 മുമ്പേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഗ്യാസിലായി കഴിയണം. ഇപ്പോൾ എന്തായാലും അത് പാളി. അതുകൊണ്ട് ഇനി കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തിരി സ്പീഡിലിടുന്നതല്ല, ഇത്രയും സ്പീഡിൽ ആക്ച്വലി ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഇത്തിരി ഞാൻ സ്പീഡാക്കിയിട്ടുമുണ്ട്. എനിക്കെന്തോ ചില ആൾക്കാർ ഷോർട്സും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ ഈ ഫാസ്റ്റ് ഫോർവേഡിൽ എടുക്കത്തില്ലേ, എനിക്കത് വളരെ റോബോട്ടിക്കായിട്ട് തോന്നും. ചില ഷോർട്സ് ഫുൾ അങ്ങനെയായിരിക്കും. അതെന്തോ കാണാനായിട്ട് ഇപ്പോൾ പാത്രം കഴുകുന്നത് അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് ഫോർവേഡിൽ കാണുമ്പോഴത്തേക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടും, ഇത്ര സ്പീഡിൽ തീർന്നല്ലോ എന്നുള്ളത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ സ്പീഡിലിടുന്നതിനോട് എന്തോ കാണുമ്പോൾ ഒരു സുഖമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ മാക്സിമം വ്ളോഗ്സിലൊക്കെ അങ്ങനെ സ്പീഡിൽ പോകുന്നത്, ഷോർട്സിലായാലും ശരി, അതങ്ങനെ കുറയ്ക്കാറാണ് പതിവ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഡ്ഡലി മാവ് ഒഴിക്കുന്നതിൻ്റെ അകത്ത് ഞാനൊരു 1.30 ഒന്ന് സ്പീഡാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ മേ ബി അവരുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവാം. എല്ലാവരും ഒരുപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതും ഒരു രസമില്ലാണ്ടാവത്തില്ലേ. കൗതുകം ലേശം കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ബാക്കി വ്ളോഗ്സ് കാണുന്നതിൽ നിന്ന് വാട്ട് ഡിഡ് യു ഫീൽ ഡിഫറെൻറ്റ്? ഇവിടെ എന്താണ് നിങ്ങൾക്ക് കുറച്ച് അല്ലെങ്കിൽ ഇത്തിരി അല്ലെങ്കിൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? എൻ്റെ വ്ളോഗ്സിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെ പൊക്കി പറയുകയൊന്നും വേണ്ട കേട്ടോ. എന്തെങ്കിലും എനിക്കിങ്ങനെ പല കാര്യത്തിൽ ഞാനിങ്ങനെ അതുപോലെ ആവരുത് എന്ന് ഓരോ വ്ളോഗ്സ് കാണുമ്പോഴും ഇൻസ്പയർഡ് ആവുമെങ്കിലും അങ്ങനെ ഒരു കോപ്പി ക്യാറ്റ് ആവാത്ത രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. വിഷ്വൽസ് ആയാലും ശരി, ഓഡിയോ ആഡിങ് ആയാലും എന്തായാലും. അപ്പോൾ അതെന്താണെന്നറിയാൻ ഒരു ചെറിയ കൗതുകം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന വ്ളോഗ്സിൽ നിന്ന് ഇതിന് എന്ത് ഡിഫറൻസ് ആണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കോ. അങ്ങനെ ടൈം ഉണ്ടെങ്കിൽ മതിയായിട്ട് നിർബന്ധമൊന്നുമില്ല. കമൻറ്റ് കൂട്ടാനായിട്ടുള്ള എൻ്റെ ടെക്നിക്കും ഒന്നുമല്ല. നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണല്ലോ. ഞാൻ ഈ ലൈവ്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് അതും എന്തോ എപ്പോഴെങ്കിലും പറ്റുമായിരിക്കും കേട്ടോ. ഇപ്പോൾ തൽക്കാലം എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കാനൊരു കൊതി. അങ്ങനെ പടപടാന്ന് ചമ്മന്തിയൊക്കെ കാച്ചി വെളിച്ചെണ്ണയും ഉലുവയും കടുക് മേടിച്ചത് ഇന്നലെയാണ്. പക്ഷേ ഈ വ്ളോഗ് നമ്മളെടുക്കുന്ന ലാസ്റ്റ് ട്യൂസ്ഡേ അല്ലേ, വെനസ്ഡേയോ തേഴ്സ്ഡേ എങ്ങാണ്ടാണ് ഞങ്ങൾ കടയിലേക്ക് പോയത്, മുടങ്ങലിലേക്ക് പോയത്. അപ്പോൾ ആ ടൈമിലും കടുകില്ല. അപ്പോൾ ഉലുവയും പിരിയമുളകും ഇതെല്ലാം കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചമ്മന്തി അങ്ങ് താളിച്ചെടുത്തു. എന്നിട്ട് എൻ്റെ കൈ ഒന്നും പൊള്ളി കേട്ടോ. ഞാനത് അമ്മയടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വെട്ടും വരയും കുത്തുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഇതിപ്പോൾ എന്തോ കുറച്ച് ദിവസമായിട്ടില്ലായിരുന്നു, കുറച്ച് ആഴ്ചകളായിട്ടില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ വീണ്ടും ഒരു വര കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ഇഡ്ഡലിയിൽ ഞാൻ ഇഡ്ഡലി ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണ ആവശ്യത്തിൽ കൂടുതൽ ഇട്ടിരുന്നു. എനിക്കിത് പെട്ടെന്ന് എടുക്കണം എന്നുള്ളതുകൊണ്ട് എനിക്കറിയാമല്ലോ അതെനിക്ക് പെട്ടെന്ന് എടുക്കണമെന്ന്. പിന്നെ ഇഡ്ഡലിയും നല്ല സഹകരണമായിരുന്നു. അങ്ങനെ ഒട്ടിയും പറ്റിയൊന്നും പിടിക്കാതെ ഒരു പിടി പിടിച്ചപ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ ഇങ്ങ് പോരുന്നു. കുക്കുവിന് ഇന്ന് ലഞ്ചിന് ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അവൻ്റെ ലഞ്ച് ബോക്സ് ചീത്തയായ പിന്നെ ഇത് പ്ലേ ക്ലാസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണല്ലോ. ഇന്നലെ എന്നെ ഇമോഷണലി ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു പുതിയ ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. അത് നീലു അവനെ കടിച്ചു എന്തോ കാര്യത്തിന്. അപ്പോൾ ഇരുന്ന് കരയുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് പറയുക, ഞാൻ എല്ലാ ദിവസവും വേറെ ലഞ്ച് ബോക്സാണ് കൊണ്ടുപോകുന്നത്, എനിക്കൊരു ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്യാനായിട്ട്. അവനത്ര സുഖിക്കുന്നില്ല ആ വലിയ പാത്രത്തിൽ വിശാലമായിട്ടിരുന്ന് കഴിച്ചിട്ട്.
ഇതിലും മറ്റേ ആ സ്റ്റീൽ ബോക്സിലുമൊക്കെ അവൻ പറയുന്നത് സ്പൂൺ ഇടുമ്പോഴത്തേക്ക് തന്നെ തട്ടിയെല്ലാം വെളിയിലോട്ട് പോകുന്നു, അതുകൊണ്ട് വേറെ ലഞ്ച് ബോക്സ് വേണമെന്നൊക്കെയാണ്. അങ്ങനെ അവനെ ഞാൻ കാണിച്ചില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനൊരു വലിയ ലഞ്ച് ബോക്സ് ചൂസ് ചെയ്ത് ഓർഡർ ചെയ്യാം. ചൂസ് ചെയ്യാനൊക്കെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഓർഡർ ചെയ്യാൻ തന്നെ ഒരു 2-3 ദിവസം പിടിക്കും. അവനിങ്ങനെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കത്തതേ ഉള്ളൂ. ഒരെണ്ണമൊന്നും അങ്ങനെ പെട്ടെന്ന് ഫിക്സ് ചെയ്യത്തില്ല. ആകെ ഒരൊറ്റ നിർബന്ധമുള്ളൂ എൻ്റെ മകന്, പിങ്ക് ആയിരിക്കരുത്. അത് പിങ്ക് ഗേൾസിൻ്റെ കളർ ആയതുകൊണ്ടല്ല, അവന് പിങ്ക് ഇഷ്ടമല്ല, അവന് ബ്ലൂ ആണ് ഇഷ്ടം. അവൻ്റെ അപ്പനെ പോലെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. അപ്പോൾ ഒരു ബ്ലൂ വയലറ്റ് അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഗ്രീനും ഓക്കെ ആയിരുന്നു. ലാസ്റ്റ് ലഞ്ച് ബോക്സൊക്കെ ഗ്രീൻ ആയിരുന്നല്ലോ. ഗുഡ് മോർണിംഗ് പറ, എന്നോട് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. സമാധാനമായ കച്ചിപ്പെട്ടോണ്ട് എടുത്ത് വേ. പപ്പ വരുമ്പോൾ കാണിച്ചു കൊടുക്കാൻ നീലു പൊട്ടിച്ചാന്ന് പറഞ്ഞു. എടുത്ത് വേ. ചേറിലെടുത്ത് വേ. നിമ്മല നീലു കസര ഒടിച്ച്. അവിടെ വെച്ചാൽ മതി, പപ്പ വെച്ചോളൂ അത്. അവിടെ വേ നീ. അവൻ്റെ കൈയുടെ ബലം കൊണ്ട് മാത്രം അതങ്ങനെ ഇളകിപ്പോരുന്നതല്ലായിരുന്നു, അത് ഓൾറെഡി ഇളകിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഇയാൾ അതിൻ്റെ അകത്തോട്ട് കൈ വെച്ചിട്ട് അത് മൊത്തം ഇങ്ങനെ വലിച്ചിളക്കി. ഇനി ഞങ്ങൾ അവനാണ് ഇളക്കിയതെന്നും പറഞ്ഞ് പേടിപ്പിച്ചു. അവനെവിടെ പേടിക്കാൻ, അവനിതൊന്നും ഒന്നുമല്ല. അവൻ വേണമെങ്കിൽ അലം വരുമ്പോൾ അവൻ തന്നെ പറയും, അളിയാ ഞാൻ ചച്ചേരെ പൊട്ടിച്ചു എന്ന്. കാ വരണ്ടെടുത്ത് കാ വരത്തില്ല കേട്ടോ. കാക്കയ്ക്കും കുക്കുവിനും മാത്രമേ കായുള്ളൂ. ബാക്കിയെല്ലാം ചായയോ പായോ തായോ ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കഴിക്കാൻ സമയമില്ലാതിരുന്നുകൊണ്ട് അമ്മയായിരുന്നു ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ വാരി തന്നത്. അങ്ങനെ ഞങ്ങൾ പിറക്കിക്കെട്ടി പോവുകയാണ്. ഇത് ഞാനൊരു 3 ടീഷർട്ട് ഓർഡർ ചെയ്തതാണ്. 1 എനിക്കും 2 അലനും. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നുമല്ല വന്നത്, 3 ഡിഫറെൻ്റ് ആയിരുന്നു. 2 അതുപോലെ ആയിരുന്നെങ്കിലും ചെറിയൊരു ഞാൻ കണ്ടതല്ല, ഇമേജിൽ ഞാൻ കണ്ടതല്ല. കളർ മോറോല സെയിം ആണെങ്കിലും 2 ഞാൻ കണ്ട പോലെ അല്ലാതിരിക്കുന്നത്. പിന്നെ 3ാമത്തെ ഒരെണ്ണം എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഓടിപ്പിടിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റായെന്ന്. കുക്കു സാറ് ചാടിക്കിടന്നൊക്കെ ഗേറ്റൊക്കെ തുറന്നു. ഞങ്ങളിതേ ഇറങ്ങുന്നു. അപ്പോഴത്തേക്ക് നില അവിടെ പുറകിലുണ്ട്. പക്ഷെ തുണിയില്ലാത്തതുകൊണ്ട് ആളെ കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് ടാറ്റ ബുബൈ പറഞ്ഞ് ഞങ്ങളങ്ങ് പോവുക. എണീറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇഡ്ഡലി തന്നെ കഴിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ സ്കൂളിൽ എനിക്കിന്ന് ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നു. ഒരാൾ ലീവായിരുന്നു, അപ്പം ഐ ഹാഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. 3rd നമ്മൾ അതേ കോമ്പസിഷൻ തന്നെയാണ് എഴുതിക്കുന്നത് കേട്ടോ, ആ സ്കൂൾ ട്രിപ്പ്. ഇത് അപ്പുറത്തെ പോലെ തന്നെ 4th പോലെ തന്നെയാണ് ഞാൻ ചെയ്യിച്ചത്. ആദ്യം അവരെ കൊണ്ട് പറയിച്ചിട്ട് അത് സെൻറ്റൻസസ് ആക്കി. 4th കൊടുത്ത അത്രയും ഇലാബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും സെൻറ്റൻസസ് ഉണ്ടാവത്തില്ല, കുറച്ചുകൂടെ കുറച്ചായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കോഫി ടൈമായി. ഞാൻ 2 പഴം ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നു. വീണ്ടും കൊലയിലെ പഴം ഒരുപാടുള്ളത് കൊണ്ട് അതങ്ങനെ ഇരുന്നാൽ ചീത്തയായി പോകത്തില്ലേ. അതുകൊണ്ട് ഒരു പാല് മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് വൈകിട്ട് ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് 2 കുക്കു സാറിൻ്റെ ലഞ്ച് കഴിഞ്ഞ് കഴിക്കാനായിട്ട് 2 പഴവും കിറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വന്നതാണ്. 12:30ക്കാണ് കുട്ടികൾക്ക് ലഞ്ച് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ആദ്യം പോയി കുക്കു സാറിനെ ഒന്ന് നോക്കിയിട്ട് എല്ലായിടത്തും മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു 12:35 12:40 ഒക്കെ ആവും. ഒരു 1:15 ഞാൻ തിരിച്ച് ചെല്ലും കേട്ടോ. അവിടെ ചേച്ചി വന്നിരുന്നു സ്കൂളിൽ. സിസിജിയിലെ കുറച്ച് ഫയൽസൊക്കെ തന്നു വിട്ടു, അത് അലനെ ഏൽപ്പിക്കണം. പിന്നെ കയ്യിലിരിക്കുന്ന കുപ്പിയിൽ മമ്മി മാങ്ങ അച്ചാർ തന്നു വിട്ടു. അച്ചാറിട്ടാലൊക്കെ മദറിൻലോയ്ക്ക് മമ്മിക്ക് എന്നെ നല്ല ഓർമ്മ വരും. എനിക്കിതൊക്കെ ഭയങ്കര കാര്യമാണല്ലോ, എനിക്കിവിടെ കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ വലുതായിട്ട് അച്ചാറിടുന്ന വീഡിയോസൊന്നും നിങ്ങൾ കാണാത്തത്. എനിക്ക് 4 വഴിയിൽ നിന്ന് കിട്ടിക്കോളും. ലില്ലിയമ്മച്ചിയും കൊണ്ടുത്തരും. ഞാൻ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നില അവിടെ നിന്ന് കളിക്കുന്നു കേട്ടോ. അങ്ങനെ വെറുതെ ഒന്ന് കൈ വീശിയതാണ്, അപ്പോഴത്തേക്ക് ഓടി ഇങ്ങ് പോരുന്നു. ഈ സ്നേഹപ്രകടനമൊക്കെ ചുമ്മാതെ, പറ്റിയാലൊരു കടിയും കൂടെ തരാനായിട്ടാണ് ഈ കയറിയിരിക്കുന്നത്. തുണിയില്ല ആൾക്ക് താഴത്തോട്ട്, അതുകൊണ്ട് അമ്മ നിക്കറെടുക്കാനായിട്ട് അവിടെ അകത്തോട്ട് പോയതാണ്. പക്ഷേ എന്നെ കണ്ടിട്ടുള്ള കരച്ചിൽ കാരണം പിന്നെ ഇങ്ങ് കൊണ്ടുപോരുന്നു. ലില്ലിയംസിൻ്റെ വീട്ടിൻ്റെ മുമ്പിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അവിടെ ചോറൊക്കെ കഴിച്ച് സുസുവൊക്കെ വെച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ 2 പേരും കൂടെ വീട്ടിലേക്ക് വന്നു.
അമ്മ എന്തോ കടയിൽ പോയി എന്തൊക്കെയോ വാങ്ങിക്കാനായിട്ടാണ് ആ കാശും ചില്ലറയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങളുണ്ടല്ലോ, നിലുവിനെ ഞങ്ങളുടെ അടുത്ത് വിട്ടിട്ട് അപ്പുറത്തെ കട വരെ പോയിട്ട് വരാമെന്നും കരുതിയിട്ടാണ്. ലഞ്ചിനിന്ന് നമുക്ക് ചോറൊക്കെ ഇപ്പോൾ ഇത്തിരി മിക്സാണ് കേട്ടോ. അമ്മ ഇതിൻ്റെ ഇടയിൽ ഇത്തിരി റേഷനരിയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. അത് അമ്മയ്ക്ക് കിട്ടുന്നത് ഇങ്ങനെ കളയണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വിലയരിയുടെ കൂടെ അങ്ങ് ചേർക്കും. കിളി കറി വെച്ചത് ഏതാണ്ട് ഇങ്ങനെ വറ്റി ഇത്രയായി, തിളപ്പിച്ച് അതിന് വറ്റിയതാണ് കേട്ടോ. ചട്ടി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ കപ്പയും ചോറും ഒക്കെ ചട്ടിയിലോട്ടാക്കിയിട്ട് ഇനി കഴിക്കാനും ആരുമില്ല, അതെല്ലാം കൂടെ അങ്ങനെ ഒരു ചട്ടിച്ചോറ് പരുവത്തിന് പിടിക്കാമെന്ന്. ഒരു വറുത്ത മീൻ ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ഞാൻ ചൂടാക്കി അലന്ന് വെച്ചു. അച്ചാറും പിന്നെ 2 കാന്താരി മുളകും ഉപ്പും വിനാഗിരി ഇട്ട് വെച്ചിരുന്ന കാന്താരി മുളകും, കപ്പയും ചോറും ചട്ടിയും. ആഹാ അന്തസ്. അങ്ങനെ ഞാനിരുന്ന് മട ചോറ് കഴിച്ചു. അമ്മ ബിസ്ക്കറ്റോ ചോക്ലേറ്റോ എന്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അവനെ കാണാതെ കടയിൽ പോകാമെന്നുള്ള പ്ലാൻ അമ്മയുടേത് പൊളിഞ്ഞു. അവൻ കണ്ടുപിടിച്ചു. പിന്നെ ഇനി അങ്ങോട്ട് നിലവിളിയാവും. പിന്നെ അമ്മ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു, ആരെങ്കിലും വിട്ട് മേടിപ്പിക്കാമെന്ന് കരുതിയിട്ട്. എന്ത് സാധനമാണെന്ന് ഞാൻ സത്യത്തിൽ ഈ വ്ളോഗിന് ഓഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മറന്നുപോയി. എന്തോ ഒരു കാര്യം മേടിക്കാനുണ്ടായിരുന്നു, ഷുഗർ ആണെന്ന് തോന്നുന്നു. വൈകുന്നേരത്തെ ചായക്കുള്ള പഞ്ചസാര ഇല്ലാത്ത പരുവത്തിന് എങ്ങാണ്ടാണ് നിന്നേച്ചത്. അപ്പോൾ അതിനായിരിക്കും, ആയിരുന്നു കാണണം. അങ്ങനെ ചട്ടിച്ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളിൽ ടപ്പേന്ന് അങ്ങ് കഴുകി വെച്ചു. അമ്മ അതൊക്കെ തന്നെ എടുത്ത് അപ്പുറത്ത് സ്റ്റീൽ പാത്രത്തിൽ, സ്റ്റീലിൻ്റെ ഒരു കൊട്ടയുണ്ടല്ലോ നമുക്ക് പാത്രങ്ങൾ ഉണങ്ങാൻ വയ്ക്കുന്നത്, അവിടോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ കഴിച്ചതിന്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നും, ഫുഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കണം തോന്നും. ഫ്രിഡ്ജിലിരിക്കുന്ന ചോക്ലേറ്റിനോടൊരു താല്പര്യം തോന്നാത്തതുകൊണ്ട് കുക്കുവിൻ്റെ സ്നാക്സിൻ്റെ ഡബ്ബ എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് 2 ബിസ്ക്കറ്റ് വാരി കഴിച്ചിട്ട് ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇവിടുത്തെ വെയിൽ അപാരമായിരിക്കും കേട്ടോ, ഈ ഉച്ച നേരത്തൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഷൂസും ഒക്കെ അങ്ങ് മാറ്റിയത്. ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലൊരു ഷൂസാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. കണ്ടില്ലേ, ഈ പൊട്ട വെയിലത്താണ് ഞാൻ വണ്ടി ഓടിച്ച് സ്കൂളിലേക്ക് പോകേണ്ടത്. കൃഷ്ണയും ഞാനും ഒരുമിച്ച് ഇറങ്ങിയതുകൊണ്ട് കൃഷ്ണ പോയിട്ട് വണ്ടി എടുക്കാമെന്ന് കരുതിയിട്ട് നിന്നതാണ്. ഇന്നിനിയിപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ക്ലാസ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ സ്ട്രെങ്ത്ത് കുറച്ച് അധികമുണ്ട്. ഇവരെല്ലാവരെയും തന്നെ നമുക്ക് അവിടെ കമ്പ്യൂട്ടർ ലാബിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലാബ് ഇവർക്ക് ഇവിടെ വരും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഓരോ സിസ്റ്റം കൊടുത്ത് ഇരുത്താനുള്ള പരുവത്തിലോട്ട് കുട്ടികൾ എത്തിയിട്ടില്ല. തീരെ കുഞ്ഞു കുട്ടികളാണ്. ഇത്തവണത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡുകാരെല്ലാവരും ഒരു UKG പരുവത്തിലും അതിൽ താഴെയുമാണ്, വണ്ണത്തിലും പൊക്കത്തിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ലാപ്പ് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നാണ് ലാബ് സെഷൻ എടുത്തത്. അവരെ ഞാൻ ചെയ്യിക്കുന്നതും 1 to 1 എൻ്റെ അടുത്ത് നിർത്തിയിട്ടായിരിക്കും. തിരിച്ച് വന്നിട്ട് ചായ ഇടാൻ പോയില്ല. ഫ്രീസറിലിരുന്ന പാലെടുത്തിട്ട് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഷാർജ ഷേക്ക്. പഴം തീർക്കണമല്ലോ. അങ്ങനെ ആ ഒരു കവറ് പാല് കുത്തി ഉടച്ച് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് ഷുഗറും ബൂസ്റ്റും പിന്നെ നമ്മുടെ നാടൻ പഴം ഇരുന്നത് കുറച്ച് അതും കൂടെ എടുത്തിട്ടു. പിള്ളേരിത് കുടിക്കത്തില്ല. കുക്കു കുറച്ച് കുടിച്ചാലായി. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ട് കുടിച്ചില്ല, അമ്മയാണ് കുടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അവർക്കിന്നപ്പോൾ ബനാന കൊടുക്കാമെന്ന് കരുതി. ബനാന അങ്ങനെ വെറുതെ കൊടുത്താലൊന്നും കഴിക്കത്തില്ല. ഇതിനകത്ത് ബൂസ്റ്റും ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് ഞങ്ങൾ മുൻപ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ, ഞാനും എൻ്റെ അനിയന്മാരും കണ്ണനും ലൂയിസും ഒക്കെ കൂടെ. എന്നിട്ട് ഞങ്ങൾ അന്ന് ഇതിനൊരു പേര് വിട്ടു, ജെല്ലിക്കെട്ടെന്ന്. ബനാന അരിഞ്ഞ് അതിൽ ബൂസ്റ്റും പഞ്ചസാരയും ഇടുന്നതിന്. 2 പേരും അവിടെ കാർത്തു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വിളിച്ച് 2 പേർക്കും ഉള്ളത് പാത്രത്തിലെടുത്ത് കൊടുത്തു. ഫോർക്കിട്ട് കുത്താനൊരു ഇത്തിരി ബുദ്ധിമുട്ട് നിലുവിനുണ്ടെങ്കിലും അവനത് പഠിക്കണ്ടേ. കൈക്ക് നല്ല തഴക്കവും വഴക്കവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങ് ചെയ്ത് പഠിക്കട്ടെ. എൻ്റെ മിക്സി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഷേക്ക് അടിച്ച് തന്നു. ഈ പാല് ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ കല്ല് മാതിരി ഇരിക്കും. ഞാൻ ആലോചിക്കും, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഷേക്ക് കടയിലൊക്കെ അവർക്കൊരു ഓപ്പണിങ് കാണുമല്ലോ, അതോ ഇനി മിക്സിയുടെ മേളിലത്തെ ക്യാപ്പ് അവർ തന്നെ ഓപ്പണാക്കി വെച്ചിട്ട് ആ വടിയിട്ട് കുത്തുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ഷേക്ക് റെഡിയായി. 3 ചെറിയും കൂടി ഇട്ടിട്ട് ഞങ്ങൾ 3 പേരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്കൊരു തലവേദന അങ്ങോട്ട് വന്നു, പണ്ടാറടങ്ങാനായിട്ട്. ആ തണുപ്പ് അങ്ങനെ കഴിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കിടന്ന് എണീറ്റിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. തലവേദന പോകാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറയും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ചെയ്തു. രണ്ടാമത്തത് തല തണുക്കെ കുളിക്കുക, അതും ഞാൻ ചെയ്തു. മൂന്നാമത്തതായിട്ട് എനിക്ക് സ്വന്തമായിട്ട് തലവേദന പോകാനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചായയും കുറച്ച് ഇഞ്ചിയും ഏലക്കായും ഇട്ട് ചായ ഇട്ട്. ഇഞ്ചി ചായ ആയാലും മതി, എന്നാലും ഞാൻ ഇത്തവണ ഇഞ്ചിയും ഏലക്കായും കൂടെ ചേർത്തിട്ടാണ് ചായ ഇട്ടത്. ചായ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു പാത്രം ഒഴിയാനായിട്ട് ഇത്തിരി മുറുക്കിൻ്റെയും അച്ചപ്പത്തിൻ്റെയും പൊടി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതും കൂടെ ഒരു പാത്രത്തിലെടുത്ത് ഞാൻ പുറത്തേക്ക് പോയി. അവിടെ ആലൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ അപ്പനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു.
ചോക്ലേറ്റ് കഴിക്കുന്നത് തലവേദന മാറ്റിയില്ലെങ്കിലും ചോക്ലേറ്റ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ മേക്ക് യു ഫീൽ ഗുഡ്. ചോക്ലേറ്റ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കത്തില്ല. എന്നാലും ഐ നോ ദാറ്റ്, ഐ ഹാവ് ഹേർഡ് ഇറ്റ്. ചോക്ലേറ്റ് കഴിക്കുന്നത് മെമ്മറിക്കും നല്ലതാണ്. ഒരു എക്സാമിന് മുമ്പ് ഒരു ചോക്ലേറ്റൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മളെ ഒന്ന് നമ്മുടെ മൂഡൊന്ന് മാറ്റിയെടുക്കാൻ ചോക്ലേറ്റിന് പറ്റുമെന്ന്. ഏതായാലും ആ ഒരു ടൈമിൽ ഞാൻ തലവേദനയുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറന്നു കേട്ടോ. ഒരു ലോലിപോപ്പ് പൊട്ടിക്കാനായിട്ടാണ് ഞാനും എൻ്റെ കെട്ടിയവനും ആ സമയത്ത് അവിടെ പാടുപെട്ടുകൊണ്ടിരുന്നത്. ഇത് കെട്ടി വെച്ചേക്കുന്ന കണ്ടാൽ തോന്നും പിള്ളേർക്കൊന്നും കൊടുക്കാനല്ല എന്ന്. എന്തിനാ ഇത്ര ഭദ്രമായിട്ട് അത് പൂട്ടി വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു ഡയറി മിൽക്കിൻ്റെ ലോലിപോപ്പായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ആ റാപ്പ് അങ്ങോട്ട് അഴിയുന്നില്ല. പിന്നെ കടിച്ച് പൊട്ടിച്ചൊക്കെ എടുത്തു. അങ്ങനെ കിട്ടിയ മിഠായി പിള്ളേരുമായിട്ട് തിന്ന് തീർത്ത് അകത്ത് വന്നിട്ട് ഞാൻ കുക്കു സാറിനുള്ള ഡിന്നർ കൊടുക്കുവാണ് കേട്ടോ. ഇന്ന് നമ്മളെ ഫിലിമിന് പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അലൻ്റെ ഫ്രണ്ട് ഫ്രാങ്ക്ലിൻ ആൻഡ് ഫാമിലി, പിന്നെ നമ്മുടെ നോയും ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് കരുതി 9:30 ഷോയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവർക്ക് പിന്നീട് വിശക്കത്തില്ലേ, അതുകൊണ്ട് ഒരു 2 ഇഡ്ഡലി ഫ്രിഡ്ജിലിരുന്ന സാമ്പാറുമായിട്ട് ഞാൻ അവനെടുത്ത് കൊടുത്തു. അവന് സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എനിക്ക് ചട്നി വേണ്ട, സാമ്പാർ തന്നെ മതിയെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അതെടുത്ത് ചൂടാക്കി കൊടുത്തത്. ഞാൻ കഴിച്ചില്ല. സിനിമ കഴിയുമ്പോൾ ചിന്നക്കട റൗണ്ടിൽ ഫുഡ് കഴിക്കാൻ പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വയറ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ പോയി നല്ല രീതിക്ക് കാട്ടയടിക്കാനായിട്ട്. ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കുന്നതിന് കാട്ടയടി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങുവാണ്. അവരെല്ലാവരും കൂടെ ഫ്രാങ്ക്ലിൻ്റെ കാറിൽ ഓൾറെഡി ഇറങ്ങി. ഞങ്ങൾ ഇത്തിരി ലേറ്റായിപ്പോയി. നേരത്തെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗെദർ കണ്ടിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ പാപം ചെയ്യാത്തവരാണ് ഈ 2 വണ്ടിയും ഓടിക്കുന്നത്. നമ്മുടെ ഈ റോഡിൻ്റെ ഒരു സ്ഥിതി നിങ്ങൾ കണ്ടല്ലോ, ക്ലിഫ് പോലാണ്. ഇത്തിരി ആ സൈഡിലോട്ട് പോയാൽ നൈസായിട്ട് കടപ്പുറത്ത് പോയി കിടക്കാം കാറുമായിട്ട്. മുണ്ടയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ എന്തോ ഉത്സവമാണ് കേട്ടോ. അവർക്ക് അതിനെന്തോ ഒരു നെയിമുണ്ട്, എനിക്കത് മറന്നുപോയി. അതിൻ്റെ അലങ്കാരപ്പണികളൊക്കെയാണ് ഈ കാണുന്നത്. എവിടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കുരിശുടിയിലോ അമ്പലത്തിലോ ഉത്സവ പെരുന്നാളോ ഒക്കെ ആയിരിക്കും കേട്ടോ. വൈബിനൊന്നും ഒരു കുറവുമില്ല. പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചിന്നക്കടയിലുള്ള ഉഷാ തിയേറ്ററിലെത്തി. ഇൻ്റർവെൽ ആയപ്പോഴേക്ക് 2 കക്ഷികൾക്കും പോപ്കോൺ വേണം. അവന്മാരുടെ വരവിൻ്റെ ഉദ്ദേശമേ അതാണ്. ആ പുറത്തിട്ടിരുന്ന ഷർട്ടൊക്കെ എടുത്ത് ദിവ്യ ഉണ്ണി കെട്ടി നിൽപ്പുണ്ട് കേട്ടോ. ഇവൻ തിരിച്ച് തിയേറ്ററിനകത്ത് കയറിയപ്പോഴേ ഇത് ആ ഒരു ചെയറിൻ്റെ സൈഡിൽ വെച്ചിട്ട് അവൻ ആ ഷർട്ടിൻ്റെ കെട്ടൊന്ന് ശരിയാക്കിയപ്പോഴത്തേക്ക് കുക്കുവിൻ്റെ കയ്യിലിരുന്ന പോപ്കോൺ മൊത്തം താഴെ വീണ് പോയി കേട്ടോ. പിന്നെ പാവം നോവ പകുതി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി മൂവി. നമ്മുടെ കൊല്ലം ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, അത് ആ സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. ദേ പോണു പടവലങ്ങ. വണ്ടി എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങും ഏറ്റവും മുമ്പിലാണ് വണ്ടി കിടന്നേച്ചത്. ബാക്കിയുള്ള വണ്ടിയൊക്കെ പോകണം അവിടെ നിന്ന് ഇങ്ങോട്ടത് വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങളിവിടെ കാത്തു കുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. പടം കാണാത്തവർ പോയി കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വണ്ടികളൊക്കെ ഓടിച്ചത് ഞാനല്ലെങ്കിലും ഞാനതെല്ലാം തിരിച്ചത് ഇവിടെ കൊണ്ടുവന്നു. ചിന്നക്കട റൗണ്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. പുട്ടും പൊറോട്ടയും ദോശയും വാരിയല്ല റോസ്റ്റും താറാവും നൂഡിൽസും, പിന്നെ ഒരു ഭംഗിക്ക് സൈഡിൽ കുറച്ച് ലൈം സോഡയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ലൈം സോഡയാണോ സോഡ ലൈമാണോ എന്തോ അതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ചു. ഷെയർ ചെയ്താണ് കഴിച്ചത്. എല്ലാവരും കുറച്ച് വീതം എടുത്ത് കഴിച്ചു. ഞങ്ങൾ ഈ കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒരു DJ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വാസ് ഫ്രം ദിസ് ട്രക്ക്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അടുത്ത് കിട്ടിയില്ല. അപ്പോൾ മൂവി ഇനിയും കാണാത്തവർ പോയി ഞങ്ങളുടെ കൊല്ലമൊക്കെ ഒന്ന് സ്ക്രീനിൽ കണ്ടേച്ചുക കേട്ടോ. ടു എൻഡ് വിത്ത് ബേസിൽ പറയുന്ന പോലെ കൊല്ലത്തോട്ടാണെങ്കിലും പോന്നോളൂ, ഞാനിവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.